ഒരു രാവിലത്തേടം വീഡിയോയിൽ പകർത്തി ഗാലറിയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നി 1 മാസത്തോളമായി. അമ്മ വൈകിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് എടുത്ത വീഡിയോയാണ്. രാവിലെ ഞാൻ ഒരു സാമ്പാർ വയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. അമ്മമ്മയും കൊച്ചുമോനും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, സുഖം ഉറക്കമാണ്. ഇന്നത്തെ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതുവരെയും ഞാൻ സാമ്പാറിനകത്ത് ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്തിട്ടില്ല. ഒരുവിധം എല്ലാ പച്ചക്കറികളും വെട്ടിക്കണ്ടിച്ച് നമ്മൾ സാമ്പാർ വയ്ക്കാറുണ്ട്. എന്നിട്ടും ഇത്രയും സൗന്ദര്യമുള്ള ബീട്രൂട്ടിനെ എന്തിനാണ് മാറ്റി വയ്ക്കുന്നതെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതല്ല, നിങ്ങൾ ആരെങ്കിലും ബീട്രൂട്ട് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടങ്ങളിലൊക്കെ ചിലയിടത്ത് സാമ്പാറിനകത്ത് വെണ്ടയ്ക്ക ചേർക്കാറില്ല. സാമ്പാറിൽ വെണ്ടയ്ക്ക കിട്ടിയതിന് കല്യാണ സദ്യയുടെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയവരെയൊക്കെ എനിക്കറിയാം. അപ്പം എന്നാൽ ചിലയിടങ്ങളിൽ വെണ്ടയ്ക്ക സാമ്പാർ എന്നൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് ചേർത്ത കാര്യം ഇത്രയും സ്പെഷ്യലായിട്ട് പറഞ്ഞത്. ഞാനതൊക്കെ അടുപ്പയിലാക്കിയപ്പോഴത്തേക്ക് അമ്മമ്മയും കൊച്ചുമോനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദേ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയേക്കും കേട്ടോ. അവിടെ ഒരു കവുങ്ങുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കുറച്ച് പാക്കൊക്കെ വീണിട്ടുണ്ടാവും. അത് പെറുക്കാൻ മോനുകുട്ടനെ താഴോട്ട് വിട്ടേക്കുക. എന്നിട്ട് അവർക്ക് 2 പേർക്കും ഇന്ന് ഉച്ചയ്ക്കുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചീമപ്പുളിയും പറിക്കാൻ നിൽക്കുക കേട്ടോ, 2 പേരൂടെ. അപ്പോൾ അമ്മമ്മ അതിൽ നിന്ന് കുറച്ച് അടർത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മോനുകുട്ടൻ അതൊക്കെ പെറുക്കി. പാക്ക് കിട്ടിയോയെന്ന് എനിക്കറിയത്തില്ല, 2-3 എണ്ണം കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അതൊക്കെ കുറേയൊക്കെ ഈ വവ്വാലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ബാക്കിയൊക്കെ പെറുക്കിക്കൊണ്ട് ദേ വരുന്നുണ്ട് നമ്മുടെ കാർന്നോര്. അപ്പം ഇന്ന് സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഈ പുളി അധികം കഴിക്കുന്നത് നല്ലതല്ലാന്ന് ഇതിനെപ്പറ്റിയുള്ള ഓരോ വീഡിയോയുടെ താഴെയും പലരും വന്ന് പറയാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ വാരി വലിച്ചങ്ങനെ കഴിക്കത്തൊന്നുമില്ല. വല്ലപ്പോഴും ഒരു ചമ്മന്തി, പിന്നെ അല്ലെങ്കിൽ മീൻ തോരൻ വെക്കുമ്പോഴും മീൻ തേങ്ങ അരച്ച് കറി വെക്കുമ്പോഴും ഒക്കെ ഈ പുളി ചേർക്കാറുണ്ട്. നമ്മളിത് പച്ചയ്ക്ക് ഒരുപാട് കഴിക്കുമ്പോഴാണ് ഇതൊരുപാട് പ്രശ്നക്കാരനാണെന്ന് പറയുന്നതെന്നാണ് എൻ്റെ അറിവ്. കണക്കിലധികം എന്ത് കഴിച്ചാലും ശരീരത്തിന് കേടുവരുമെന്നുള്ളത് സത്യം തന്നെയാണ്. മുറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് വറുത്ത് അതിനകത്ത് ചേർത്തു. അപ്പോഴേക്കും മോനുകുട്ടൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. സ്കൂളിൽ പോകാനുള്ള സമയമായി. മോനുകുട്ടന് കഴിക്കാൻ കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് നല്ല വിശപ്പായി. രാവിലെ ഒരു 8:30-ക്കും 9 മണിക്കും ഇടയ്ക്കാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പായി. എന്നാൽ പിന്നെ നമ്മുടെ ബീട്രൂട്ട് സാമ്പാറും ഇഡ്ഡലിയും കഴിക്കട്ടെ.